ബാക്കിൽ നോക്കണ്ട, ബാക്കിൽ ഇപ്പം ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ വന്ന വഴിക്ക് എല്ലാം ഇതിങ്ങനെ തുറന്നിടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തുറന്നിട്ടേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓടി ചെന്നിട്ട് എടുക്കാൻ പറ്റണമല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം വന്ന വഴിക്ക് തുറന്നിടും. അപ്പോൾ ചിക്കൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് മസാല പോലെ ആക്കി വെക്കാം. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യുന്നതൊന്നും ചെയ്തിട്ടില്ല. നാടൻ ചിക്കൻ കറി വെക്കാനായിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ വെക്കാതെ നമുക്ക് കാണാം. ഉള്ളിവട. ഉള്ളിവട നമ്മുടെ മറ്റേ തട്ടുകടയിലൊക്കെ ചായക്കടയിൽ കിട്ടത്തില്ല വലിയ ഉള്ളിവട, അതുണ്ടാക്കാനാണ് കരുതിയത്. മൈദ ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നമ്മുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഈ മൈദ, അരിപ്പൊടി അങ്ങനെയൊക്കെ ഇപ്പോൾ ഹോട്ടലായതുകൊണ്ട് ആ വക സാധനങ്ങൾ അവിടെ ഉള്ളത് കാരണം വെളിയിൽ നിന്ന് അതൊന്നും മേടിക്കില്ല. എല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഒത്തിരി എണ്ണപ്പലഹാരത്തിനില്ല കേട്ടോ. ഒരാൾക്ക് ഒരു 2 ഒരെണ്ണോ ആ ഒരു കണക്കിന് എടുക്കുന്നുള്ളൂ. കാരണം ഒത്തിരി എണ്ണപ്പലഹാരം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതാരും കഴിക്കുകയോ ഇല്ല, അതവിടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഒത്തിരി എണ്ണ ചെല്ലണ്ട എന്നിങ്ങനെ ഒരു ഇത്. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഞാൻ കയറിയിരിക്കുന്ന. ഒരു 12:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് കയറി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഓടിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും എല്ലാം ആകും. ഇപ്പോൾ ഒരു 1:30 ആകുമ്പോഴത്തേക്കിനും ഇപ്പം എൻ്റെ പരിപാടിയൊക്കെ കഴിയും. ആ 1:30 ആകുമ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിസ്കരിക്കാനുണ്ട്, പിന്നെ ഓതാനുണ്ട്. ഓതൽ മസ്റ്റാണ്. ഓതൽ മസ്റ്റാന്ന് വെച്ചാൽ നോമ്പിന് തീരുന്നതിനല്ല, അത് കുറച്ചാകുമ്പോഴത്തേക്കിനും തന്നെ തീരും. ഖത്തം തീർക്കണമല്ലോ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കൊച്ചിലെ മുതൽ ശീലിച്ചേക്കുന്ന കാര്യമാണ്. ഈ നോമ്പിൻ്റെ സമയമാകുമ്പോഴത്തേക്കിനും ഖത്തം തീർക്കണം, അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡ് കുഞ്ഞിലേ മുതലേ ശീലിച്ചേക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങനെ മാറില്ല. ഞാൻ ഒരു ഓതുന്ന പ്രായം മുതൽക്ക്, നോമ്പ് പിടിക്കുന്ന പ്രായം മുതൽക്ക് ആ സമയം മുതലേ ഖത്തം തീർക്കുന്നതാണ് കേട്ടോ. അതായത് അതിപ്പോൾ എൻ്റെ ഉപ്പിച്ച് പഠിപ്പിച്ചേക്കുന്ന കാര്യം കൊണ്ടാണ് കേട്ടോ. ഉപ്പിച്ച് ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഞങ്ങളുടെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിപ്പോൾ പറയാം കേട്ടോ. ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തിൽ 5 പേര്, അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ 5 പേര്. അതായത് ഞാൻ, ഷാമിൽ, ചെപ്പു എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. എൻ്റെ മൂത്തിത്ത ചെപ്പു, ഷെഫ്ന. പിന്നെ രണ്ടാമത്തെ ആളാണ് ഷാമിൽ. ഷാമു ഞങ്ങൾ ഇത്താക്കാന്ന് വിളിച്ചിട്ടില്ല കേട്ടോ. അത് ചിലവർക്ക് അത് ചിലപ്പോൾ എന്താ മൂത്തവരെ അങ്ങനെ വിളിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ അങ്ങനെ എടാപ്പൊടാ ബന്ധമാണ്. ചില ഫാമിലി ആണെങ്കിലും ഞങ്ങൾ വി ആർ ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെയാണ് ഞങ്ങൾ മൊത്തം ഫ്രണ്ട്സ്. ആ ഒരു മൈൻഡാണ് ഞങ്ങൾക്ക് മുന്നോട്ട്. എന്നാൽ എല്ലാവരും തമ്മിൽ വയസ്സിന് നല്ല വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും വി ആർ ലൈക്ക് ജസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെയാണ്. കഥ നമുക്ക് വഴിയേ പറയാം, അല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കില്ല. അപ്പോൾ ഇത് ഉള്ളിവടയ്ക്കുള്ള സാധനങ്ങൾ കാണാൻ പറ്റുമോ? ഉള്ളിവടയ്ക്കുള്ള സാധനങ്ങളാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് മൈദ, ഉപ്പ്, പിന്നെ സോഡാപ്പൊടി, ഇഞ്ചി, പിന്നെ ഡൈസ് ചെയ്തിട്ടുള്ള ഓണിയൻസ്, സവാള, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങളെ ഇട്ടിട്ടുള്ളൂ. സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെള്ളം ആവശ്യത്തിന് ഇട്ടിട്ട് ഒരു ഒത്തിരി തിക്കും അല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ ഒരു വട്ടത്തിൽ ഇടണമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് എപ്പോഴാണ് 4-5 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും എടുക്കുള്ളൂ. അപ്പോഴത്തേക്കിനും സംഭവം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇനി ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് കഥ പറയാം. അന്നൊക്കെ പിന്നെ നോമ്പിന് ഉപ്പിച്ച് ഗൾഫിലാണ് കേട്ടോ. ഞാൻ ജനിച്ച കാലം മുതൽക്കല്ല, ആ ഒരു ഇത്താടെ ആ ഒരു ടൈം മുതൽക്കേ ഉപ്പിച്ച് ഗൾഫിൽ തന്നെയാണെന്നാ. ഒരു 10-30 കൊല്ലം എങ്കിലും ആയിട്ടുണ്ടാവും ആള്, എന്താ പറയുക, ഗൾഫിൽ പോയി തുടങ്ങിയിട്ട്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ വരുന്ന ഒരാളാണ് ഉപ്പുജി. അപ്പം മിക്കപ്പോഴും നമ്മുടെ നോമ്പിന് തന്നെ ഉപ്പ വരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിനും നോമ്പിന്
വൈകുന്നേരം ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ കയറുമ്പോഴത്തേക്കിനും ഒരാൾ മാത്രമല്ല, അതായത് ഉമ്മച്ചി മാത്രമല്ല അടുക്കള കിടന്ന് പണിയെടുക്കുന്നത്. ഞാനുണ്ടാവും, ഇത്താത്തി ഉണ്ടാവും, പിന്നെ ശ്യാമ ഉണ്ടാവും, പിന്നെ അതേപോലെ ഉപ്പച്ചിയും കൂടും. അപ്പം എന്താണെന്നറിയാമോ, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് നല്ല രസമാണ് ആ ഒരു സമയത്ത്. വീട്ടിൽ നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇപ്പം ഒക്കെയെന്ന് പറയുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം നമ്മുടെ ഫാമിലിയിൽ നല്ല രസമായിരിക്കത്തില്ലേ, എല്ലാവരും കൂടെ. അങ്ങനത്തെ ഒരു ഫാമിലി ആണെങ്കിൽ എല്ലാവരും കൂടെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് നല്ല രസമായിരിക്കത്തില്ലേ. ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ വൈകുന്നേരത്തെ ജോലി ഉമ്മക്ക് എന്ത് എളുപ്പമാണെന്നറിയാമോ, ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ചില സമയത്ത് ഉമ്മച്ചീനെ കളിയാക്കും, ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കും. ഒരു പ്രത്യേക രസമാണ് ഉപ്പച്ചി. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്നതും അങ്ങനെയാണ്. ഇപ്പം എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പായും ഉമ്മായും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇപ്പം ഉംറ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ആയിരുന്നു അവർ, കുറച്ച് ദിവസമായി പോയിട്ട്. ഇപ്പം മദീനയിലേക്ക് പോയെന്നാണ് നമുക്ക് വിളിച്ച് പറഞ്ഞത്. അപ്പം പലരും ഇപ്പോൾ പല സ്ഥലത്താണ് ഈ നോമ്പിൽ. ഇത്താത്തയും നാത്തൂനും ഞങ്ങളുടെ വീട്ടിൽ, ആങ്ങളാണെങ്കിൽ ഗൾഫിൽ, ഞാനാണെങ്കിൽ ഇവിടെ, ഉമ്മായും ഉപ്പായാണെങ്കിൽ അവിടെ. ഈ 5 പേര് ഒരു വീട്ടിൽ നിന്നിട്ട് ഇപ്പോൾ നാല് വഴിക്ക് നിന്ന് ആ ഒരു നോമ്പ് നോക്കുമ്പോഴത്തേക്കും പറയുമ്പോൾ കണ്ണൊക്കെ തറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ലെങ്കിലും അവരവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇപ്പം 4 പേര് 4 വഴിക്ക് ഒരു വല്ലാത്തൊരു സങ്കടം. സത്യം പറഞ്ഞാൽ അവർ പോയിട്ട് വരും, എല്ലാം ശരിയാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം. റിലേറ്റബിൾ ഉള്ളവർക്ക് മനസ്സിലാവും. എനിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നോമ്പിനൊക്കെ. നമ്മൾ അത്രയും രസത്തിൽ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കും ഒക്കെ, അത് വല്ലാത്തൊരു ഫീലിംഗാണ്. ഇത്തവണ പലരും പല വഴിക്കാണ്. കുറച്ച് ലിറ്റിൽ ബിറ്റ് ഞാൻ ഇമോഷണൽ ആയോ എന്നൊരു സംശയം. അപ്പോൾ കണ്ടത് പോയിന്റ്, നമ്മുടെ ചിക്കൻ കറിയുടെ പൊടികളെല്ലാം ഞാൻ ഈ സൈഡിലിട്ടാണ് വറുത്ത് ചേർക്കുന്നത്. അതാകുമ്പോൾ ഇനി സെപ്പറേറ്റ് പൊടി ചൂടാക്കുന്നത്. ഇനി ഒന്നുമില്ല കേട്ടോ, ഇനി ഇത് ചൂടാക്കുക, ഇതിനകത്ത് മിക്സ് ചെയ്യുക, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇടുക, ഇളക്കുക, കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക, ഒരു റോസ്റ്റ് പരുവത്തിന് എടുക്കുക. റോസ്റ്റ് വേണമെന്നുള്ളവർക്ക് റോസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഉള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ചെയ്യാം. ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ള, പകരം ഗരം മസാലയാണ് ആഡ് ചെയ്തത്. ഇനി വെള്ളം വെച്ച് കഴിയുമ്പോഴത്തേനും പുറത്തു കൂടി ഒരു തക്കാളി കൂടെ ആഡ് ചെയ്യും. ഇതാണ് ഇന്നത്തെ പരിപാടി. ചിലപ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ സംസാരിക്കാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഇനി തിരക്കിട്ട പണിയായിരിക്കും. അപ്പോൾ എന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ ഞാൻ സംസാരിച്ച് വെച്ചത് നിങ്ങൾ കൂട്ടിപ്പോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് റെഡി ആക്കട്ടെ. ഇത് റെഡി ആക്കിയിട്ട് എനിക്കിനി റെസ്റ്റ് എടുക്കാം. എനിക്ക് എൻ്റെ കാര്യങ്ങളും റെസ്റ്റും ഒക്കെ. സോ ഇതാവട്ടെ. സങ്കടം വന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് മുഖമൊക്കെ വാഷ് ചെയ്തു. ഇത് നമ്മുടെ ചിക്കൻ ഇതിനകത്തേക്ക് ഇടാം. ഈ ചിക്കനും കൂടെ ഇടുന്ന വീഡിയോ കൂടെ എടുത്തിട്ട് വൈകുന്നേരത്തെ കാണിക്കാനായിരുന്നു. ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. വേറെ സെപ്പറേറ്റ് വെള്ളം ഒരു ഇത്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് എന്താ പറയുക, ഒരു റോസ്റ്റ് പരുവത്തിനാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്യാം. കുറച്ച് മതി, ബാക്കി ഇനി ചിക്കനിൽ നിന്ന് വന്നോളൂ. എന്നിട്ട് എന്താ പറയുക, ഒന്ന് ഇളക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തക്കാളി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് ഈ കാണുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതേ ഗരം മസാല ഒരിച്ചിരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതേ ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സിമ്മിൽ തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് മൂടി വെക്കുക. കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റത്തേക്ക് കുക്ക് ചെയ്തെടുക്കുക. സംഭവം റെഡിയാവും. ഇനി അപ്പോൾ ഇത് ഇവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്കിനും ഞാൻ വൈകുന്നേരത്തെ പരിപാടിക്ക് ഇനി വൈകുന്നേരം കാണാം.
അപ്പം കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നേരെ പോയി എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. ഉറക്കമല്ല, ചുമ്മാ ഒന്നിങ്ങനെ കിടക്കും. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ജോലി കിടക്കുന്ന കാരണം കുറച്ച് നേരം ഒന്ന് കിടന്നില്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കത്തില്ല. കാരണം ജസ്റ്റ് ഒന്ന് കിടക്കും, അത്രേ ഉള്ളൂ. പിന്നെ അസ്ര നിസ്കാരവും കഴിഞ്ഞ് അതിൻ്റെ ഒതലും കൂടെ കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതേ വന്നു കഴിഞ്ഞ് ഇന്ന് ബ്രെഡ് വെച്ചൊരു പിസ്സ ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതിയത്. അപ്പോഴത്തേനും അതിൻ്റെ ലോങ് വീഡിയോ ഇതിനകത്ത് കിടക്കട്ടെ എന്ന് കരുതി. ബ്രെഡ് വെച്ചിട്ട് ഞാനിങ്ങനെ റീലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ട് ഈ പിസ്സ ഉണ്ടാക്കുന്ന സംഭവം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാക്കാമെന്ന് കരുതി. അപ്പോൾ പിസ്സ സോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഗാർലിക് ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് സോസും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്ത്, ഒറിഗാനോ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് കുറുക്കിയെടുക്കുക. പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ കറിയുടെ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ അറ്റ് ലാസ്റ്റ് സംഭവമാണ് കേട്ടോ ഇത്. ക്യാപ്സിക്കവും അതേപോലെ സവാളയും പിന്നെ ഈ ചിക്കനും ഷ്രെഡ് ചെയ്ത മൊസറല്ല ചീസും എല്ലാം കൂടെ മറ്റേ നമ്മുടെ ബ്രെഡിൻ്റെ അടിയിൽ ഇങ്ങനെ തേച്ചിട്ടാണ് കേട്ടോ കുറച്ച് രാവി ആറ്റുന്നത്. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്യാം, അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. പിന്നെ നമ്മുടെ ഉള്ളിവടയുടെ മാവൊക്കെ അത്യാവശ്യം പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരിച്ചിരി സോഡാപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലഫി ആയിട്ട്, അതായത് നല്ല പൊന്തി കിട്ടിയാനേ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. ഷേപ്പൊന്നും നോക്കണ്ട, കറക്റ്റ് ഷേപ്പ് ആയിരിക്കത്തില്ല. പിന്നെ അതേ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിരുന്നു. ഇവിടെ ഇച്ചിരി വെള്ളം പോലെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ പത്തിരിയുടെ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി വേണം. അപ്പോൾ അത് കാരണം കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് റോസ്റ്റ് ആണെങ്കിൽ ഇതിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ചിക്കൻ്റെ വെള്ളം മാത്രം വന്നിട്ടുള്ള റോസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ജ്യൂസ്, റംസാൻ മാസം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ജ്യൂസിൻ്റെ സംഭവമാണ് തണ്ണിമത്തൻ, വാട്ടർമെലൻ. ഇവിടെ ഇപ്പോൾ 2 എണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മുന്തിരി അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് മുന്തിരി ആയത്. മിക്കപ്പോഴും വാട്ടർമെലനാണ്. പൈനാപ്പിളും ഒക്കെ 2ാം സാധനമേ ഉള്ളൂ. മിക്കപ്പോഴും വാട്ടർമെലൻ തന്നെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ റംസാൻ മാസം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അത് ഈ മഞ്ഞ കളറിലായിരുന്നു. മഞ്ഞ കളറിലാണ് കുറച്ചും കൂടെ മധുരം കൂടുതലാണെന്നാണ് പറയുന്നത്. പക്ഷെ മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കുറച്ച് കട്ട് ഫ്രൂട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ജാറിലേക്ക് അതൊക്കെ ഇട്ട് ജസ്റ്റ് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഷുഗർ എന്ന ജ്യൂസിൽ ആഡ് ചെയ്യാതെ ഷുഗർ ഫ്രീ ഇട്ട് കുടിക്കാമെന്ന് കരുതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യാതെ ആണ് അരിച്ചെടുത്തത്. അങ്ങനെ നമ്മുടെ കട്ട് ഫ്രൂട്ടായിട്ട് വാട്ടർമെലൻ ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡിൻ്റെ പിസ്സ, ഉള്ളിവട, പിന്നെ ഇക്കാക്ക നമ്മുടെ ഡേറ്റ്സ് ഒരു ബോക്സ് ആയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. റംസാൻ മൊത്തം അല്ലെങ്കിൽ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കണം. കടയിലെടുത്ത വഴിക്ക് നമുക്കും കൂടി ഇങ്ങനെ എടുത്തതാണ്. പിന്നെ ജ്യൂസായിട്ട് വാട്ടർമെലനും ഗ്രേപ്പിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതും ചായയായിട്ട് അൽഹംദുലില്ലാ 2ാമത്തെ നോമ്പ് അങ്ങനെ തുറന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.